ഒരിടവേളയ്ക്ക് ശേഷം വാരണാസി റെയിൽവേ മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തികൾ വീണ്ടും പുരോഗമിക്കുന്നു. ഇരുവശത്തെ അപ്രോച്ച് റോഡുകളുടെയും പാലത്തിലെ ടാറിംഗ് പ്രവൃത്തികളുമാണ് ഇപ്പോൾ നടന്നുവരുന്നത്. പാലത്തിന്റെ പ്രവൃത്തികളിലെ മെല്ലെ പോക്കിനെതിരെ നേരത്തെ ആക്ഷേപവും ഉയർന്നു വന്നിരുന്നു. വാരണാസിയിലെ റെയിൽവേ മേൽപ്പാലം നിർമ്മാണം ഇനി എന്ന് തീരുമെന്ന് കാത്തിരുന്നു കാണണം. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് പല തവണകളായി നിർമ്മാണത്തിലെ മെല്ലെ പോക്കാണ് കാരണം. 4 വർഷത്തിലധികമായി പാലത്തിന്റെ പ്രവൃത്തികൾ തുടങ്ങിവച്ചിട്ട്. പ്രവൃത്തികളിലെ മെല്ലെപ്പോക്കിനെതിരെ നേരത്തെ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ പ്രവൃത്തികൾ വീണ്ടും പുരോഗമിച്ച മട്ടിലാണ്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 31-നകം പാലം നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പാലക്കാട് ജില്ലാ വികസന സമിതി യോഗത്തിൽ വച്ച് അധികൃതർ പറഞ്ഞുവെങ്കിലും അതും നടപ്പായില്ല. ഇരുവശത്തെ അപ്രോച്ച് റോഡുകളുടെയും പാലത്തിന് മുകളിലെ ടാറിംഗ് പ്രവൃത്തികളുമാണ് നടന്നുവരുന്നത്. അപ്രോച്ച് റോഡിൽ ഓരോ ലെയർ മണ്ണിട്ട ശേഷം അവ ഉറപ്പിക്കും. പിന്നീട് ടെസ്റ്റിംഗ് നടത്തും. കോൺക്രീറ്റുള്ള സൈഡ് വാളിന്റെ പ്രവൃത്തികളും ഒപ്പം നടക്കുന്നുണ്ട്. പാലത്തിന് മുകളിൽ ആദ്യ ലെയർ ടാറിംഗ് പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട്. ഇത് പൂർത്തിയായാൽ അതിനു മുകളിൽ വീണ്ടും ടാറിംഗ് നടപ്പാക്കും. പാലത്തിന്റെ ഒരു വശം കാൽനടയാത്രയ്ക്കായി പാത ഒരുക്കിയിട്ടുണ്ട്. 1.5 മീറ്റർ വീതിയിലാണിത്. ഇതിന്റെ അവസാനവട്ട നിർമ്മാണ പ്രവൃത്തികളും നടത്തേണ്ടതുണ്ട്. 3 മാസം കൊണ്ട് പാലം പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. ചെന്നൈയിലെ SPL എന്ന കമ്പനിക്കാണ് പാലത്തിന്റെ നിർമ്മാണ ചുമതല. ന്യൂസ് സെന്റർ, ഷൊർണൂർ.